ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വർണ്ണ വികാസ് എൻ്റർടൈൻസ്. ഇന്ന് നമ്മൾ പണിയൊന്നുമല്ല ചെയ്യുന്നത്. ചെറിയൊരു കുക്കിംഗ് എന്ന് പറയാനും പറ്റില്ല. ഇത് ഞാൻ ഒരു സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നല്ല, 2 ദിവസം മുന്നേ ഞാൻ റോയലിക്ക് പോയായിരുന്നു, റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മറ്റേ ഈ കൊറിയക്കാരുടെ നൂഡിൽസ് കണ്ടായിരുന്നു. നൂഡിൽസ് കണ്ടിട്ടാണ് ഞാൻ പേടിച്ചത്. നോക്കുമ്പോൾ ഇത് നല്ല എക്സ്പെൻസീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മേടിക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ 2 പേരുണ്ട്. അപ്പോൾ ഒന്നായിട്ട് മേടിക്കാൻ പറ്റില്ല, രണ്ടെണ്ണമായിട്ട് മേടിക്കണം. ഇത് ഞാൻ മാത്രം കഴിച്ചിട്ട് ഇനിയിപ്പോൾ നല്ലതാണെച്ചാലും ചീത്തയാണെച്ചാലും അനിയത്തിയും ചേച്ചിയും ഒരേപോലെ പങ്ക് കൊള്ളണം എന്നാണ്. ഇനി ഇത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചു. ഇനി ഇതിൻ്റെ ഉള്ളത്തെ ഈ മസാല ഓയിലൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. മസാല ഓയിലും മാറ്റി വെക്കണം. ഇതവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ നല്ല ഹോട്ട് വാട്ടർ, ചൂടുള്ള വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത്. ഞാനപ്പോഴേക്കും കുറച്ച് നേരം കൂടി ഞാൻ വേഗം വെള്ളം കൊടുത്തിട്ടാണ് കേട്ടോ, ചൂടാക്കിയിട്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാം. 5 മിനിറ്റ് അങ്ങനെ അടച്ചിട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയുന്നൊന്നുമില്ല. ഇതിൻ്റെ മേലെ അടപ്പിക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളം നമ്മൾ ഒഴിച്ച് കളയാം കേട്ടോ. വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ആക്കിയതിന് ശേഷം നമ്മൾ സീസണിങ് ഓയിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സീസണിങ് മിക്സ് ഉണ്ട്, അതും ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഫോർക്കാണ് ഇട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ചോപ്പ് സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതും ഉപയോഗിക്കുക. ഇതിലിപ്പോൾ ചിത്രം തന്നിരിക്കുന്നത് ഫോർക്കിൻ്റെയാണ്. ഇപ്പോൾ നമ്മുടെ സാധനം മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ച് നോക്കണം എന്താ അവസ്ഥ എന്ന് അറിയണം വെച്ചാൽ. ഇനി ഇത് നമ്മൾ കഴിച്ച് നോക്കണം. ആ രംഗമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, ഉള്ളിയുടെ ഫ്ലേവർ വല്ലാതെ ഉണ്ട്, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ട്. കുഴപ്പമില്ല എന്ന് പറയാം പറ്റുള്ളൂ. അത്രയ്ക്ക് നമ്മുടെ ഇപ്പിയുടെ അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല. എനിക്ക് ഇപ്പി ഇഷ്ടം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അത് കഴിച്ചവരുണ്ടെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റ.